പക്ഷേ അവിടെ കിടന്ന് ഉറങ്ങി. മാനിക്കൊറ്റ എഞ്ചി സുഞ്ചര കന്ന കാലൊക്കെ മൂത്തിക്കാക്കണവൻ. പുതിയ പുതിയ ശീലങ്ങള്. ഇവനിപ്പം ആക്ച്വലി മറ്റേ തൈലാണ് തേക്കുന്നത്. എന്ത് ഞാൻ ഉണ്ടാക്കുന്ന തൈലില്ല നമ്മുടെ ക്ലിനിക്കില്, മറ്റേ സാധന ഗോൾഡൻ ഗ്ലോ ഓയില്. അത് നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ. എന്താ പറയുക, ഒരു സ്കിന്നൊക്കെ ഇങ്ങോട്ട് നല്ല ഗ്ലോ ആവുന്നുണ്ട്. ഗ്ലോ ആവുണ്ടിരിക്കില്ല, കാരണം അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. പക്ഷെ ഞാൻ അല്ല ഇവന്റെ ആ ഇതൊക്കെ പോയി, ചെറിയ ചെറിയ കുരുക്കൾ വന്നിരുന്നില്ലേ മുഖത്ത്, ഇപ്പൊ ആകെ ഒരെണ്ണുള്ളോ. ഭയങ്കര വ്യത്യാസമുണ്ട്. അതങ്ങനെയാണ്, കാരണം എനിക്ക് നമ്മള് മറ്റേ മഞ്ചിഷ്ടൊക്കെ ഇടുന്നില്ലേ, മഞ്ചിഷ്ട ഉണ്ട്, ഇരട്ടി മധുരമില്ലേ, കാല് പൊക്കാനുള്ള മരുന്നുണ്ട് അതില്. എപ്പോഴും കാല് പോയിക്കൊണ്ടിരിക്കുന്നില്ല. പക്ഷെ അത് ഞാൻ ആക്ച്വലി ബേബി ഓയിൽ ആക്കിയിട്ടല്ല അത് ഇതാക്കിയത്, മനസ്സിലായോ? അത് ഞാൻ ഇറക്കി എന്താന്ന് വെച്ചാല് ഇതെന്ത് മരുന്ന് നീ കൊടുക്കണവന്? അപ്പം ഞാൻ ആക്ച്വലി അതൊരു നമ്മുടെ ഫേസ് ഓയിൽ ആക്കിയിട്ടാണ് ഇറക്കിയത്, കുറച്ച് പ്രായമുള്ള ആൾക്കൊക്കെ വേണ്ടിട്ടേ. നല്ല എഫക്റ്റീവ് ആണിത്. ഞാനൊക്കെ എന്തൊക്കെയുണ്ട് പേരെടുക്കുന്നുണ്ട്. മറ്റേ സാധനത് എന്നിട്ട് പറയാ. അല്ല ഇവന്റെ അത് ആ വേറെ ഈ മുഖത്തുള്ള സാധനങ്ങളില്ലേ, അതൊക്കെ കുറഞ്ഞു നല്ലോണം. അത് ആക്ച്വലി ഇതിന്റെ കൂടെ കുറച്ചും കൂടി ഐറ്റംസ് ഇട്ടിട്ട് ബേബി ഓയിൽ ആക്കിയാലും ചിന്തിക്കുന്നുണ്ട് ഞാൻ. കാരണം എന്തായാലും മറ്റേ കോട്ടക്കലിന്റെ ബേബി ഓയിൽ ഇല്ലേ പിന്നെ ആദ്യം യൂസ് ചെയ്ത് നമ്മള്, അത് അതിന്റെ കറിയല്ലേ, അതിന്റെ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെ തന്നെയായിരിക്കും ചിലപ്പോ, അറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. അത് എന്റെ കുപ്പിയെല്ലാം ബാക്കിന്റെ ഇവിടെ. അതൊക്കെ ഞാൻ അങ്ങനെ നിർത്തിയത്. അത് ആ ഒരു സമയത്ത് വെറുതെ ഇവനൊന്ന് പറ്റിക്കാൻ വേണ്ടി തേച്ചല്ലേ. അല്ല പക്ഷെ അത് നല്ല സാധനമായിരുന്നു കേട്ടോ, സൂപ്പർ സാധനമായിരുന്നു അത്. അതിന്റെ ആ ഒരു എന്താ പറയോ അതിന്റെ ഇൻഗ്രീഡിയൻസ് ചെറിയ മഞ്ഞ കളറൊക്കെ ആയിട്ട് ഒരു നല്ല മണവും നല്ലതായിരുന്നു. അതല്ല ഞാൻ ഉദ്ദേശിച്ചറിയോ, ഞാൻ ആയുർവേദം പ്രാക്ടീസ് ചെയ്യുന്നില്ലല്ലോ അതിന്. എന്താ ഞാൻ ഉദ്ദേശിച്ചേ, അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ സിമ്പിൾ ആയിരുന്നു. കുട്ടിക്ക് പറ്റുന്ന രീതിയിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമായിരുന്നു. അത്ര പൊട്ടൻറ്റ്, നല്ല പൊട്ടൻ്റ് ആണ്, പക്ഷെ അത്ര ഒരു ഹാംഫുൾ ആയിട്ടുള്ള സാധനമല്ല. ചില ആയുർവേദ മെഡിസിൻസ് നമുക്ക് കുട്ടിക്ക് കൊടുക്കാൻ പറ്റില്ല. പിന്നെ 6 മാസം കഴിഞ്ഞിട്ട് ഒന്നാമത് കൊടുക്കാൻ പാടും കേട്ടോ. നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളൂ. 6 മാസം കഴിഞ്ഞ മുമ്പ് കൊടുത്തു കഴിഞ്ഞാൽ കാല് പൊക്കും ഇതേമാതിരി. ഇല്ല, നമ്മളങ്ങനെ കൊടുത്തത് 6 മാസം കഴിഞ്ഞിട്ട് കൊടുത്തത്. 6 മാസം കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി, അതിന്റെ ആവശ്യമല്ലേ ഉള്ളൂ. പിന്നെ ഒന്നാമത് നമ്മള് കോക്കനട്ട് ഓയിൽ മാത്രം തേച്ചാലും മതി. നമ്മൾ മറ്റേ വെർജിൻ കോക്കനട്ട് ഓയിലല്ലേ തേച്ചോണ്ടിരുന്നു, അതും നല്ലത്. അല്ലല്ല 6 മാസം ആവണേലും മുമ്പ് നമ്മള് കോട്ടക്കലിന്റെ എണ്ണ തേച്ചിരുന്നില്ലേ? എവിടെ ഇല്ല അല്ലേ, മറ്റേ സാധനമായിരുന്നു നമ്മുടെ ആട്ടി വെളിച്ചെണ്ണ വീട്ടിലെ. അതാ ആട്ടിയതാണോ മറ്റേ വെർജിനോ കോക്കനട്ട് ഓയിലല്ലേ? എനിക്കിന്ന് മലയാളം അറിയില്ല, സംഭവം വെർജിനാണ്. മറ്റേതാണത് വെർജിന. കൊപ്ര ഉണക്കിട്ട്. കൊപ്രയൊന്നല്ല, നമ്മള് വെർജിനാണ്. ഇത് വെർജിനല്ലേ? അപ്പൊ ഇത് വെർജിനാ. കൊപ്ര ഭയങ്കര മണം ഉണ്ടാവും. ഒരു അയ്യോ അതെനിക്ക് ഇഷ്ടമില്ല, മാതിരി മണം അത്. എനിക്കിഷ്ടമാണ് മണം. പപ്പടൊക്കെ ഉറങ്ങുമ്പോ സൂപ്പറാ. ഫോണൊക്കെ പിടിക്കുന്ന പക്ഷേ മാണിക്കുട്ട വിടടാ, എൻ്റെ ഫോൺ വിട്ടിട്ട് സൂമൊക്കെ ചെയ്യുന്നു. അത് കൊള്ളാലോ. ഹൗ ഡേ യു, വിടടാ മാണിക്കുട്ട എൻ്റെ ഫോന്. എന്തിട്ട് കണ്ണ ചില ആരാ ഫോണൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ? ഇത് എത്ര വയസ്സായടാ? കുഞ്ഞി 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 കുത്തേറ്റ, കുഞ്ഞി 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 കുത്തേറ്റ. മാനി
ഉറക്കിട്ടാണോ? ഇപ്പോഴും ഉറക്കിട്ടാണോ? I love you, Mani. I love you, Mani. പാൽ വെച്ചിട്ടുണ്ടേ, വാ മതി എനിക്ക്. നല്ല ഉറക്കം ഞങ്ങൾ. ഇയാൾ നോക്കിൻ്റെ ഫോണൊക്കെ സൂമൊക്കെ ചെയ്യുന്നത് വലിയ ആളയാള്. ഫോണെന്ന വീണല്ലോ, വില്ലനാവുണ്ട് ഇപ്പം. വില്ലൻ പ്രഭാകരൻ, മാണി പ്രഭാകരൻ. ശരിക്കുള്ള ആളോട്ടെ ആണോ? കുഴപ്പമുണ്ടാവോ? നല്ല രസമുണ്ട് ഇടണ്ട് ഓരോ ആക്ഷൻസൊക്കെ. ഹലോ, മതി വാ. പക്ഷെ മതി, എനിക്ക് എനിക്കില്ലട്ടോ. നോക്ക്, നീ ഫോൺ പിടിച്ച് കളിക്കുക. നോക്ക്, ഞാൻ എന്തായാലും ഇടും. എനിക്ക് രസമെന്ന് അറിയാൻ കളിക്കുന്നതാണ്. ഫോൺ പിടിച്ചിരിക്കുക. ഇപ്പം ഒരു സിംഗിൾ വീഡിയോ ഒക്കെ ഇടാം അല്ലേ? പിന്നെ ഇപ്പോഴെങ്കിലും നോക്കുമ്പം ഇതിൻ്റെ ഫസ്റ്റ് കാണണം. അല്ല, വേറെ എന്തെങ്കിലും കൂടെ ഇട്ടിട്ടിടാം. അവൻ്റെ വേറെ എന്തെങ്കിലും ക്യൂട്ട്നെസ് ഓവർലോഡഡ്, വാരി വിതറുന്നു ക്യൂട്ട്നെസ്. ശരിക്കുന്നയാള് ചോറ് കഴിച്ചതിൻ്റെ വിഷമത്തിലായിരിക്കും. ചോറ് ഇഷ്ടമില്ലേ? ചോറ് ഇഷ്ടമായി. എന്നിട്ടാ ഹലോ, നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാം. അച്ഛൻ്റെ മെഡിറ്റേഷൻ. ഹലോ മണി, എൻ്റെ ഒന്ന് മിണ്ടാതെ. കരയണല്ലേ? കരയടാ. പാല് വേണോന്ന് പറഞ്ഞിട്ട് കര. ചോറുന്നുള്ളൂ, അത് കാരണം കരയാത്ത. പിന്നെ എന്ത് കഴിച്ചാലും അവസാനം പാല് വേണം. അതായിക്കണ്ടല്ലേ? അതായിരിക്കും. വെള്ളം കൊടുക്കണ്ടല്ലോ. വെള്ളാന്നറിയില്ലല്ലോ ഭാഗത്തിന്. ദാഹിച്ച പാല് കുടിക്കണം എന്നായിരിക്കും എൻ്റെ മൈൻഡിൽ. നീ അറിയണ്ടോ? അയ്യോ, ദാദാ എന്താ ചെയ്യുന്ന നീ? എന്താ ഇത്? മുട്ടി എങ്ങനെ ഉണ്ടാവും? കണ്ണി കുത്തരുത്തിട്ടാ. മാണി, ഹൗ ഡെയർ യു? കഴിഞ്ഞ നിന്റെ കലാപരിപാടി? നല്ല നാക്കുണ്ട്. വെട്ടാൻ അത്ര കാലം കളിക്കുന്ന അറിയാൻ. ഇവനാണെങ്കിൽ ഉറങ്ങാനില്ല വെട്ടാൻ വേണ്ടിട്ട്. എന്ത് രസം കൈ നോക്കി, ചെറിയ കൈ. ഹലോ അയ്യോ, എന്തത്? എന്താ കഴിക്കണെന്നറിയ ഇവൻ? ചോറും ക്യാരറ്റും പരിപ്പും. അതിനാണ് കിച്ചടി എന്ന് പറയുന്നത്. കിച്ചടിയില് അത് അരക്കാത്ത സാധനം കിച്ചടി. പക്ഷെ മാങ്ങയുടെ കിച്ചടിയാണ് ഈ പാക്കറ്റില്, ഈ സാധനത്തിൽ ഇത് വീണാ വീണ്ടും കോരി കൊടുക്കുമോ? പിന്നെ മാങ്ങ ടേസ്റ്റ് അല്ലേ? മാങ്ങ ഈ കളറല്ലേ? പക്ഷെ കുറച്ച് നെയ്യൊക്കെ ഇട്ടിട്ടുണ്ട്. അതിന് ഇന്ന് രാവിലെ കൊടുത്തപ്പോ എന്റെ അടുത്ത് വന്ന് കിടന്നിരുന്നില്ലേ കുറച്ച് കഴിഞ്ഞപ്പോ? നല്ലൊരു മണം. എവിടേക്കാ ഈ വെയിലടി?
മാനി പാവട്ടാ ഹംപിള്. ഞാൻ പിടിക്കണോ? എനിക്ക് വിശ്വാസമില്ല, ഞാൻ ചടിക്കും. മാനി മാനി ഹായ്ഡാ ഹായ്ഡാ ഹായ്ഡാ. നിന്നെ പഠിപ്പിക്കട്ടോടാ നിന്നെ. എന്താ അങ്ങോട്ട് നോക്കുന്നത്? അവനക്ക് അറിയുന്നുണ്ടോ? മൂക്ക്. ഹലോ ഹലോ ബേബി, മാനി ബേബി, മാനി ബേബി, മാനി ബേബി, എൻ്റെ സുന്ദരം ബേബി. മാനി സുന്ദര സുന്ദരൻ ചെക്ക. നല്ല രസമുണ്ട് കേട്ടോ ഇത്, നല്ല രസമുണ്ട് ഈ ഒരു ഏരിയ.